ബിസ്ക്കറ്റ് തുടങ്ങാം. അല്ല കഴിക്കാനല്ല അനീഷേട്ടാ, സാധാരണ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോ ഇവർക്ക് എപ്പോഴും ഓർമ്മ വരണം നമ്മൾ ഓണത്തിൽ മറ്റേ നൂലൊക്കെ കെട്ടിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നതായിരിക്കും. നമ്മൾ അതിനൊക്കെ കുറച്ച് അതിന്ന് മാത്രം എടുത്തിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി നല്ലതാ. പക്ഷെ നമ്മളെല്ലാവരും കലാ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് മുഖം കലാകാരായ ആർട്ടിസ്റ്റുകൾ. ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞതേ ഉള്ളൂ. കലാകാരന്മാരും കലാകാരികളും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് മുഖം വെച്ചിട്ടാണ് എപ്പോഴും അഭിനയിക്കുക അല്ലെ? മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ വരാം. അപ്പൊ മുഖം വെച്ചിട്ട് അഭിനയിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കാം. എക്സ്പ്രഷൻ വെച്ചിട്ട് ബിസ്ക്കറ്റ് കഴിക്കാം. ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് വ്യക്തമായിട്ട്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളിതാ ബിസ്ക്കറ്റ് കടി. എക്സ്പ്രഷൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് ബിസ്ക്കറ്റ്. നമ്മുടെ ടാസ്കിന്റെ പേരെന്താ? ബിസ്ക്കറ്റ് കടി. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. വേറെ ഒന്നുമില്ല, ഒരു ബിസ്ക്കറ്റ് എടുക്കുക, നമ്മുടെ നെറ്റിയിൽ വെക്കുക. നമ്മൾ എങ്ങനെ അനീഷേട്ടൻ കാണിച്ചാല് അങ്ങനെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് വായിൽ വെക്കുക, കടിക്കുക, തിന്നുക. മാക്സിമം തിന്ന് തീർത്തോ നിങ്ങള്. കൈ തൊടാൻ പാടില്ല, വേറെ ഒന്നും തൊടാൻ പാടില്ല. ഫേസിന്റെ എക്സ്പ്രഷൻ വെച്ച് മാത്രം മുഖം വെച്ച് അനക്കി വായിൽ കൊണ്ടുവന്ന് കഴിക്കാം. നേരത്തെ പറഞ്ഞ നൂല് വെച്ച്. അപ്പൊ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആരാണോ അവരാണ് ഇന്ന് വിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പങ്കെടുക്കാം. ഒരു ടീമിൽ ഒരാൾ വന്ന് മത്സരിച്ചിട്ട് ഇൻ കേസ് അത് താഴെ പോയി വെച്ചോ, വേണമെങ്കിൽ ആ ടീമിൽ അടുത്ത ആൾക്ക് വന്നിട്ട് താഴെ പോയി ഔട്ടാ. കൈ തൊടാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ടീമിൽ രണ്ടുപേർക്ക് മാറി മാറി ചെയ്യാം. ആ ടൈമിനുള്ളിൽ നമുക്ക് എത്ര ടൈം കൊടുക്കാം അനീഷേട്ടാ? കാണിച്ചു കൊടുക്കണത് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പിന്നെ ചെയ്യാൻ പറഞ്ഞു. ലാഷസ് കൊള്ളോണ്ട് അല്ലെങ്കിൽ ശരി കേട്ടോ, എന്റെ ലാഷസ് തട്ടി അവിടെ ഇരിക്കുന്നു. നീ ഒന്ന് ചെയ്യേ. അല്ലല്ല, ബീന ചേച്ചി കാണിച്ചു. താഴെ പോയാല് ബീന ചേച്ചി താഴെ പോയി ഞാൻ ഓടി. ഓക്കെ, 1 മിനിറ്റ് ആണല്ലേ സമയം? നമുക്ക് സമയമുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ടൈം റെഡിയാണ്. വീണ എന്താ സുമ്മാവാ? ഇങ്ങനെയാണ് കഴിക്കണേന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് സമയമുണ്ട്. സമയമുണ്ട്. അയ്യോ, സമയം നോക്കൂ, സമയം കഴിച്ചു. ചേച്ചി ഒരെണ്ണം കഴിച്ചു. 1 മിനിറ്റ് കൊണ്ട് ബീന ആന്റണി ആൻഡ് നവീൻ ടീമില്. നവീൻ വെറുതെയാണ് ഒരിക്കൽ കൊടുത്ത് ലയിച്ചുകൊണ്ട് ബീന ചേച്ചി ആ സമ്മാനം നേടിയിരിക്കുന്നത്. അല്ല, ബീന ചേച്ചി പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഈ മത്സരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ ചേച്ചി രാവിലെ പുട്ടിങ്ങനെ നിന്നോണ്ടിരിക്കുക. ഇനി അടുത്ത നാദു. നീ റെഡി ആയിക്കൊള്ളണം. റെഡി, സ്റ്റാർട്ട് നൗ. അലറാനല്ലടാ ചെയ്യടാ. കിട്ടും. ബിസ്ക്കറ്റ് പോലെ ദൈവങ്ങളെ ബിസ്ക്കറ്റ്
നദീനെ Ready, 1, 2, come on. പയ്യ, slowly, പയ്യ, പയ്യ ചെയ്താല്. അതിനെ പയ്യ ചെയ്താല്. പയ്യ, പയ്യ, പയ്യ. Slowly ചെയ്യടാ. Slowly ചെയ്യടാ. Slowly, slowly. സ്വന്തം ശരീരത്തിൽ ഒരു ബിസ്ക്കറ്റ് ഇരുന്നിട്ട് പോലും നാളെ അറിഞ്ഞു. നമ്മളോട് ചോദിക്കാണ് എവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ നന്നായി ട്രൈ ചെയ്തു. നല്ല ഫണ്ണായിരുന്നു, നന്നായി ചെയ്തു. കിട്ടിയ മുഴുവൻ ബിസ്ക്കറ്റും തറയിലിട്ട് തട്ടി കളിച്ചു. ദിവ്യ, ക്രിസ്, Come on, Divya. ഇത്തരം മത്സരങ്ങളിൽ ധാരാളമായി തന്റെ മികവ് പുലർത്താനുള്ള ആളാണ് കണ്ണൂരുകാരി കാസർഗോഡ് നിന്ന് വന്ന ദിവ്യ. അതിതല്ല. Ready? Start now. Ready, ഓട്ടെ, തട്ട്. അതെ. നിങ്ങളുടെ വിലപ്പെട്ട സമയം. അല്ല സാടിയിൽ തട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏതോ പുൽമേട്ടിൽ കൂടി ആ ബിസ്ക്കറ്റ് സഞ്ചരിച്ചു പോയി. അത് ആവേശം കൊണ്ട് പോണതാ. അത് വന്ന് കിട്ടി. കിട്ടി. സമയം നോക്കിക്കോ. എന്തൊക്കെ സംസാരിക്കണം. സോറി, സമയം കഴിഞ്ഞു. ഞങ്ങള് രണ്ടുപേരും ഏറ്റവും രസകരമോ ദിവ്യ ബിസ്ക്കറ്റിനോട് സംസാരിക്കുന്നതായിരുന്നു. അപ്പൊ ഇനി അടുത്ത മത്സരിക്കാറുള്ളത് ഈ ബിസ്ക്കറ്റ് കമ്പനിയോട് ഇവർക്കൊക്കെ എന്തോ പ്രതീക്ഷ, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറരുത്. ഇല്ല, ചേച്ചി ഇപ്പോഴും ചേച്ചി ആ ലാളനം വിട്ടിട്ടില്ല. അതിങ്ങ് വരണ്ടേ. ദീപക്, come on. സമയം വെക്കണം. സമയം ചേച്ചി നാക്കിൽ അപ്പോ 3 പേരാണ് ഈ മത്സരത്തിൽ നിൽക്കുന്നത്. അപ്പൊ 3 പേര് ഒരുമിച്ച് റെഡി. 3 പേരോട് ബിസ്ക്കറ്റ് നേരെ പിടിക്കൂ. ബിസ്ക്കറ്റ് കാണിക്കും എല്ലാരും. എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ പറഞ്ഞു നിർത്തോ. മായമില്ല, മന്ത്രമില്ല, നമ്മൾ തുടങ്ങാൻ പോവാണ്. റെഡി, സ്റ്റാർട്ട്. സമയം നോക്കിയാണ്. മീനാക്ഷി പറ്റും, അതൊക്കെ നേരത്തെ ഒരെണ്ണം വീണേ. എത്ര എണ്ണം മിസ് ചെയ്യുന്നു നോക്കണം. ആ മുഴുവൻ കഴിക്കണം. ഓക്കെ, മതി. ഇത്ര നിമിഷം കൊണ്ട് തന്നെ ദിവ്യ ജയിച്ചിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഔട്ടായി.
കുഞ്ഞുമോള് ജയിച്ചു, ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും രസിച്ചത് യമുന അവിടെ നിന്ന് ഗംഭീരമായ ഒരു മത്സരമാണ്. അതെ ഉഗ്രൻ. സത്യം. ഉഗ്ര സാധനം. ഇതിന് ഒരു കാര്യത്തിന് പല മുഖങ്ങളുണ്ട്, പല തരത്തിൽ നമുക്ക് ചെയ്യാന്നുള്ളത് അല്ലേ? ആ മത്സരത്തിന്റെ ഏറ്റവും വേറിട്ട മുഖം കാഴ്ചവെച്ചത് യമുന റാണി. പക്ഷെ ഏറ്റവും കൂടുതൽ ചിരിച്ചത് അതായത് ഇനി മുതൽ ചേച്ചി യമുന കന്യാകുമാരിയിൽ വെള്ളം പൊങ്ങിയപ്പോ ഇവിടെ നിന്ന് മുണ്ടുക്കി പിടിക്കും. ഇവിടുന്ന് വരണേന് മുമ്പ് തന്നെ നാക്കിട്ട്. അതായത് ഞാൻ നോക്കുമ്പോ ഇവിടെ നിന്ന് എടുക്കുമ്പോ തന്നെ ഇവിടെ തലയിൽ വെച്ചിട്ടേ നമുക്കൊക്കെ അതിങ്ങനെ വരണ്ടേ, ആദ്യം ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം. ഇതിവിടെ എത്ര തന്നെ സത്യം പൊളിച്ചളഞ്ഞ ചേച്ചി. സത്യം. പക്ഷെ സമ്മാനം കൊണ്ടുപോയി ദിവ്യാണ്. അല്ല, പക്ഷെ ഇതിന്റെ റീൽസ് എന്തായാലും ഹിറ്റ് ആവും. യമുന ചേച്ചിയുടെ ഫാഷൻ ഷോയ്ക്ക് ശേഷം അയ്യോ വൈറലേ. അടുത്ത വയറ് അടുത്ത വയറില്ല. അനീഷേട്ടാ, അല്ല എന്തായാലും കഷ്ടപ്പെട്ട് ജയിച്ചല്ലേ, നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? ദിവ്യക്ക് ഒരു സമ്മാനമുണ്ട്. ദാ യമുന ചേച്ചിയുടെ കൈ കൊണ്ട് വാവ്. നമ്മുടെ ഫിറ ഫുഡ്സ് നൽകുന്ന ബിരിയാണി. ബിരിയാണി. ഓ, തലശ്ശേരി ഫിറ ഫുഡ് നൽകുന്ന ബിരിയാണി റൈസ് ആണ് യമുന ചേച്ചി ഇപ്പോ ദിവ്യക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മുടെ കൂടെ മത്സരിച്ച ഒരാള് ജയിക്കുമ്പോ നമ്മുടെ കൂടെ സന്തോഷത്തോടു കൂടി സപ്പോർട്ടോടു കൂടി കൊടുക്കുന്നത് വളരെ നല്ല കാര്യം. കൺഗ്രാറ്റ്സ് ദിവ്യ. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ ദിവ്യ വീണ്ടും ഗെയിമിൽ വിജയിക്കാനില്ല. ഒരു ബിസ്ക്കറ്റിന്റെ പെടാ തെറി വിളിച്ച് ഞാൻ നോക്കും, ഇങ്ങനെ പറഞ്ഞു. എനിക്ക് കണ്ണൂരുകാരനാണ് സാധനം ഈ ബിസ്ക്കറ്റ്, പെട്ടെന്ന് മനസ്സിലായി തരും. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റും, ആദ്യമായിട്ട് ഒരു കാര്യം ആദ്യം ചെയ്ത് നല്ല ഒരു അഭിമാനകരമായ കാര്യമാണ്, റിസ്ക് ഉള്ള കാര്യമാണ്. ബീനച്ചാണ് ചെയ്തത്. ബീനച്ചി നമ്മുടെ കൂടുതൽ ആദ്യം വന്ന ആളാണ്. ബീനാച്ചി ഫസ്റ്റ് കഴിച്ചു. അതാ പറഞ്ഞേ. പക്ഷെ നമ്മുടെ മാതൃകയായത് നാദ്രയും അവര് ഞങ്ങളുടെ ബിസ്ക്കറ്റ് കമ്പനി പൂട്ടിച്ച് അടങ്ങും. 3 എണ്ണം വെച്ചപ്പോ 30 എണ്ണം തറയിട്ടത്. ഞങ്ങൾ ശ്രമിച്ചു. അത് മതി, അത് മതി. ശ്രമമാണ്. തറയിടാൻ നാദരയുടെ ചോദ്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിസ്ക്കറ്റ് മുഖത്തുണ്ട്, എവിടെ ഉള്ളേ പറ. ഇതെവിടെ ഇരിക്കുന്നു പറ. അനീഷേട്ടാ അത് ഇവിടെ തന്നെ ഇരിക്കണു. അത്ര ഉണ്ടേ മേക്കപ്പ് അറിയണില്ല. കുറച്ചു പറഞ്ഞത് ഞാൻ കട്ടിക്കിട്ടിട്ടിരിക്കണെന്ന്. അവളാണ് അറിയണില്ല മേക്കപ്പ്. അറിയണില്ല മേക്കപ്പ്. പാവടാ, ക്ഷമിക്കണേ അല്ല ഇല്ല ഇല്ല അറിയണില്ല എനിക്ക്. സാർ. താങ്ക് യു സോ മച്ച് ദിവ്യ. കൺഗ്രാറ്റുലേഷൻ. യമുന ചേച്ചി, ചേച്ചി ഇനി മുതൽ യമുന റാണിയല്ല ബിസ്ക്കറ്റ് റാണിയാണ്. അപ്പൊ അടിപൊളി ഗെയിം ആയിരുന്നു. അതെ, ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് യെസ്. ചിരിച്ചു പറഞ്ഞു.